നിങ്ങൾ കുറച്ച് لا إله إلا الله ഒരു പാത്രം വെള്ളം എടുത്തിട്ട് സീനത്തെ ഞാൻ പണി വേഗം തുടങ്ങാം കേട്ടാ. അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമാനാണ്. ഇന്ന് വയനാട് ബാവുവലിയിലാണ്, കാട്ടിക്കുളത്തിനടുത്ത്. ഇന്ന് രാവിലെ മുതലേ വയനാട്ടിലായിരുന്നു. ഒരുപാട് ആൾക്കാരിൻ്റെ കൂടെ ഉണ്ട്. ചുരൽമല്ലൊക്കെ ദാർപ്പായ കൊടുത്ത് നമ്മുടെ ആദിവാസി കുട്ടികൾക്കുള്ള പെന്നും സാധനങ്ങളും സ്കൂൾ സാധനങ്ങളും ഉണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാണ്ട് ഓരോ ഓട്ടത്തിലായിരുന്നു. അപ്പം ഈ 3 കുഞ്ഞു മക്കള്, യത്തീമായ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീട് നിർമ്മാണമാണ്. ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാനാജിയാണ് ഇതിലേക്ക് 1 ലക്ഷം രൂപ തന്നത്. ഞങ്ങൾ ഉബൈദിക്ക അനനല്ലൂര്, നമ്മളെ വയനാട് ചൂരൽമല മുണ്ടക്കൈക്കാർക്ക് നമ്മൾ നിർമ്മിക്കുന്ന വീടിന്റെ സ്ഥലത്ത് കിണർ കളച്ചെന്ന പ്രവാസിയായ ഉബൈദിക്കാണ് ഇതിലേക്ക് ഒരു സംഖ്യ തന്നുള്ളത്. അതേമാതിരി ഞങ്ങളെ അലിഫ് സൂപ്പർ മാർക്കറ്റ്, അലിഫ് ഹൈപ്പർ മാർക്കറ്റ് കാവനൂരുള്ള, മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് റോഡിൽ പോകുമ്പോൾ കാവനൂരുള്ള വാപ്പുക്ക ഒരു സംഖ്യ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ചെറിയ പൈസ ഈ വീട് നിർമ്മാണത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് 4 ലക്ഷം രൂപ. മൊത്തം 7 ലക്ഷം രൂപക്കാണ് ഈ വീട് കരാർ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പെട്ടെന്നത് പൂർത്തീകരിക്കട്ടെ. ഇതിന് സഹായിച്ച എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. കാരണം നമ്മളിങ്ങനെ ഓടി എത്തുന്നതൊക്കെ ഓരോ പാവപ്പെട്ടവർക്കും തണലൊരുക്കിക്കൊണ്ടാണ്. നമുക്ക് പടച്ചവൻ അതിനുള്ള ഒരു പ്രത്യേക മനസ്സ് തന്നുകൊണ്ട് അള്ളാഹിനോട് സ്തുതിക്കണം. എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാകട്ടെ. ഇവിടുത്തെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് ചെയർപേഴ്സൺ ഇവിടെ ഉണ്ട്. അതിന് മോനാണിത്. അവരൊക്കെ ഇവിടുത്തെ സജീവ പ്രവർത്തകരാണ്. $2.25 സെന്റ് സ്ഥലമാണ് ഇതിലുള്ളത്. കാരണം പാവപ്പെട്ട യത്തീമായ മക്കളായതുകൊണ്ട് അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട്. വാപ്പ മരണപ്പെട്ടതോടെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരുപാട് മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന ആളാണ് ഞങ്ങളെ കുറ്റൂർ അബ്ദുറഹ്മാനെ ചേർന്ന ബനിയാസ് സ്പേക്കിന്റെ ഉടമസ്ഥനായ ആജിക്ക. ഏതൊരു കേസ്, എന്ത് വിഷമം പറയുമ്പോഴും, ആരെ വിഷമം കേട്ടാലും അതിലേക്ക് ഞങ്ങളെ കുറ്റൂർ അബ്ദുറഹ്മാനാജി ആദ്യത്തെ ഗഡു അദ്ദേഹത്തിന്റെ ഉണ്ടാല് അത് പെട്ടെന്ന് കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യും. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് ദുആ ചെയ്യണം ആ റബ്ബിന്, ആ വലിയ മനുഷ്യന് വേണ്ടി. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് ചെയർപേഴ്സൺ ഉണ്ട്. ഇവിടുത്തെ സജീവ കാരുണ്യ പ്രവർത്തകയാണ്. അവരെ ഭർത്താവും അതന്നെയാണ്, മകനും അതന്നെയാണ്. എന്താ ഇന്നത്തെ കാര്യം പറയാനുള്ളത്? ഇപ്പോൾ എന്റെ പെങ്ങള് പറഞ്ഞ വർത്താനുണ്ട്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങൾ നിരവധി ഉണ്ട്. ചോർന്നൊലിക്കുന്ന കുടുംബങ്ങളുണ്ട്. എല്ലാം കൊണ്ടും സഹായങ്ങൾ കിട്ടിയാൽ ഒരുപാട് പാവങ്ങൾക്ക് തണലൊരുക്കാന്നാണ് എന്റെ കുട്ടി പറഞ്ഞല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കുടുംബങ്ങളൊക്കെ സഹായിക്കാൻ മനസ്സുള്ളവര് ഞാൻ ബ്ലോക്ക് മെമ്പർ നമ്പർ ഇതിൽ വെക്കാം, അവരെ ഭർത്താവിന്റെ. നിങ്ങളതിൽ വിളിച്ചാൽ 100% അർഹതപ്പെട്ട ആ അവകാശികൾക്ക് അത് എത്തും. നേരിട്ട് നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ സങ്കടം തോന്നും. പടച്ചവനെ, നമ്മൾക്ക് എത്ര ഭാഗ്യം. താർപ്പായിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇഷ്ടംപോലെ കുടുംബമല്ലേ. വലിയൊരു എന്താ പറയുക, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വലിയൊരു പുണ്യം കിട്ടുന്നൊരു കർമ്മം തന്നെയാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല കർമ്മം
നൽകാൻ ദൈവത്തെ എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ. നമ്മളെല്ലാവരും പാവപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ചെയ്ത് ഇതുപോലെ നല്ല മനസ്സിനൊരുമയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകളുണ്ട്. അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്തി നല്ലൊരാളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വൈകിട്ടാനെ പോലത്തെ ആളുകൾക്ക് ഇത്തരം ആളുകളെ കണ്ടെത്തി വലിയൊരു സന്ദേശം തന്നെയാണ് ഇന്നിവിടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ അള്ളാഹുത്താല ഇനിയും ഉബൈദക്ക എന്താ പറയുള്ളത്? നല്ല സഹായങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഉബൈദക്കയാണ് നമുക്ക് ചൂരൽമലയിലുള്ള മുണ്ടക്കൈക്കാർക്കുള്ള കിണറിന്റെ വർക്ക് പൂർത്തീകരിച്ചെന്നത്. അതിന് വലിയൊരു സംഖ്യ അയക്കുന്നു. പക്ഷെ എല്ലാ വീട്ടുക്കും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന്. അപ്പൊ എന്തായാലും ഇന്ന് ഈ വീടിന്റെ നിർമ്മാണത്തിന് ഞങ്ങളിവിടെ കുറെ സ്കൂൾ കുട്ടികളുടെ കാര്യങ്ങളും ദാർപ്പായൊക്കെ ആയിട്ട് വന്നതേന്ന്. അപ്പോൾ ഇതിലേക്കും ഉബൈദക്ക കണ്ടറിഞ്ഞൊരു സഹായം ചെയ്തെന്നു. പിന്നെ നമ്മളെ മെമ്പറല്ല ബ്ലോക്ക് ചെയർപേഴ്സന്റെ ഭർത്താവാണ്. ഇവര് രണ്ടാളും കൂടി ഒരുപാട് കാരുണ്യ പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങള് അർഹതപ്പെട്ട അവകാശികളെ തന്നെയാണ് തെരഞ്ഞെടുത്തതെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ബോധ്യമായി. കാരണം ഇത്രയും ജനങ്ങൾക്ക് ഉപകാരം മാത്രം, ജനങ്ങളെ സേവനത്തിന് വേണ്ടി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറം എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ള പോലെ തന്നെയാണ് തെരഞ്ഞെടുക്കേണ്ടത് നമ്മൾ നാട്ടിൽ. അതിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങളെ വിഷമങ്ങൾ പറയുമ്പോൾ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഓടുമ്പോൾ അവരെ പോലെ തന്നെയുള്ളവരാണ് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ആ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ നാട്ടിലുള്ള വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഇല്ലേ? എന്താ പറയുള്ളത്? ഇവിടെ പറയാനുള്ളത് പ്രിയപ്പെട്ട ആരിസ്ക്കാണ് ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത്. കാരണം ഒരു ഓൾറൗണ്ടറാണ് ആരിസ്ക്ക. പലപ്പോഴും നമ്മളെ പല രീതിയിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ഒരു സകലകലാ വല്ലഭനാണ്. അതെ, കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. നമുക്കെന്നെ അറിയാം, മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് കർണാടകയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവിടുത്തെ തൊട്ടപ്പുറമുള്ള അവിടെ ഒരു ദുരിതം ആരിസ്ക്ക വന്നപ്പോൾ നമ്മൾ ഇതേപോലെ നിങ്ങളെപ്പോലെ പിന്നെ ഇതിനെ സഹായിക്കുന്ന ഒരാൾക്കാരെ കൊണ്ടുവന്ന് അവിടെ വലിയൊരു കാര്യം അവിടെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആരിസ്ക്ക സൂചിപ്പിച്ചു. എവിടുന്നോ വന്നൊരു മാലാഖിയായിട്ടാണ് ആൾക്കാരെ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതേപോലെ കാരണം ഇവരെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എന്തൊരു പിന്നെ ഇതാണ്. അവരും നമ്മൾ ഭൂസമൂഹത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ്. അതേപോലത്തെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ഇതിന് വേറൊരു പുണ്യം അള്ളാഹുവിന്റെ എന്നൊരു പ്രീതി മാത്രം കണക്കാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ മാനിക്കടക്കം അടക്കം ഇവിടെ സൂചിപ്പിച്ചു. ഒരുപാട് ആൾക്കാർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി മുണ്ടക്കയിൽ പിന്നെ ഉപയോഗിക്കുക ചെയ്തു കൊടുക്കുന്നു. അതെ, ആ വീടുണ്ടാക്കിയവർക്ക് ആ ഒരു ദ്വായാണ് ഉബൈദക്ക പ്രതീക്ഷിച്ചത്. ഉബൈദക്കാർക്ക് അള്ളാഹു എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പൈസ കൊടുത്ത് ഉബൈദക്കാനെ സഹായിക്കണ്ട. പക്ഷെ ഉബൈദക്ക നമുക്ക് അത് തന്ന് സഹായിച്ച് നമ്മളെ കണ്ടെത്തുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ലൊരു പ്രവൃത്തിയിൽ ഇന്ന് പങ്കെടുക്കാൻ പങ്കാളിയായതിൽ സന്തോഷമുണ്ട്. അതിന് പിന്നെ പ്രിയപ്പെട്ട ആയിസ്കാർക്കും അതുപോലെ തന്നെ മുജീബ്ക്കാർക്കും പ്രിയപ്പെട്ട മാനുക്കാർക്കും അതിൽ ഉബൈദക്കാർക്കും ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കും എല്ലാവിധ സഹായവും ഞങ്ങൾ അതുണ്ടാവും. സർവശക്തി ഇനിയും ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും ഈ നിങ്ങൾക്ക് കൊടുക്കുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഒരു മിനിറ്റ് ഇട്ടാ ഞാൻ വല്യമ്മാനെന്ന് കാട്ടിക്കൊടുക്കട്ടെ. ഈ വല്യമ്മാന്റെ മോളെ ഭർത്താവാണ് മരണപ്പെട്ട് 3 കുഞ്ഞു മക്കളാണ് ആ മോൾക്കുള്ളത്. ആ 2.25 സെന്റ് സ്ഥലത്ത് വല്ലാത്ത സങ്കടത്തോടെ പഴയ ഒരു വീട് പൊളിച്ച് അത് നേരാക്കാൻ നിൽക്കുമ്പോഴാണ് ഇപ്പൊ മരുവന്റെ 40 കഴിഞ്ഞോ? നാളെ മരണപ്പെട്ടിട്ട് 40ാമത്തെ ദിവസം നാളെയാണ് ആവുന്നത്. പക്ഷെ എന്നാലും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വീട് ഒരുക്കാനും പടച്ചമ്പരാന് നമ്മളെപ്പോലുള്ള കുറെ നല്ല മനുഷ്യരെ, നമ്മളെ കുറ്റൂര് അബ്ദുറഹ്മാനാജി, ഞങ്ങളെ ഉബൈദക്ക, ഞങ്ങളെ പിന്നെ വാപ്പുക്ക, പിന്നെ ഒരുപാട് നല്ല മനുഷ്യരെ, പിന്നെ പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്തിനെ എടുത്തു പറയേണ്ടതുണ്ട്. പഞ്ചായത്ത് ഇങ്ങനെ ഒരു അർഹതപ്പെട്ട കുടുംബത്തിന് അല്ലേ ഫണ്ട് വെച്ചു കൊടുത്ത മാപ്പാടി പഞ്ചായത്ത് തിരുനെല്ലി പഞ്ചായത്തിന് ബിഗ് സല്യൂട്ട് അടിക്കാണ്. കാരണം തിരുനെല്ലി പഞ്ചായത്താണ് ഈ അർഹതപ്പെട്ട കുടുംബത്തിന് ആ ഫണ്ട് വെച്ചു കൊടുത്തത് അല്ലേ. ഇത് നമ്മളെ ബ്ലോക്ക് മെമ്പറാട്ടാ ഞങ്ങളെ മങ്കട കോൺഗ്രസിന്റെ ഏട്ടാ. പിന്നെ ഇവിടുത്തെ ലീഗിന്റെ ചെയർപേഴ്സൺ ആണ്. പക്ഷെ UDFന്റെ പക്ഷെ വേറൊന്നുണ്ട്, അവര് ചെയ്യുന്ന പ്രവൃത്തിയില് ഒരു വിഭാഗമില്ല. എല്ലാ മനുഷ്യരും അതാണല്ലോ
അത് നമ്മളെ പ്രതിജ്ഞ ചെല്ലുമ്പോ എന്താ പറഞ്ഞത്? തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മള് MLA ആയാലും മന്ത്രി ആയാലും മെമ്പറായാലും ഒക്കെ അല്ലേ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അല്ലേ? എന്താ പറയാനുള്ളത്? കാരണം എത്രയോ പുണ്യപ്രവർത്തനം മമ്മൂട്ടിയാക്കി അങ്ങനെ കേട്ടോ. നാട്ടിലുള്ള സഹായം മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലായിടത്തും ഓടിയെത്തി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച ഇവിടെ വന്നിട്ട് ഒരുപാട് ദാർപ്പായിട്ട് കൊടുക്കാൻ സജീവമായിട്ട് വരുന്നില്ലേ? എന്താ പറയാ, അതിന്റെ പുതിയാപ്പിള തിട്ടാ എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇത് 2.25 സെന്റില് നമ്മളെ ഉമ്മാക്ക് നാളെ നമ്മൾ വന്നപ്പോ ഓഫർ ചെയ്ത് അപ്പൊ ഒന്ന് ഉപയോഗിക്കുമ്പാടെ ഒരു ഓഫറും പാടായി കിട്ട്. അതോടെ അൽഹംദുലില്ലാ അത് പൂർത്തീകരിച്ചു. ആ വീടിന്റെ വർക്കിലേക്കുള്ള പൂർത്തീകരണം ചെയ്ത് അല്ലേ? വലിയൊരു ഉപകാരം. അതെ 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 അതെ. ആ 300 വിളിച്ചു. ഇതേ മക്കളെ ഇതണ്ട, ഇവരൊക്കെ ഒന്ന് വന്നുള്ള എന്തിനറിയാം? ഇവര് നാട്ടിന്ന് അനനല്ലൂർ പിന്നെ തൂര് ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട്ടില് ഒരുപാട് മനുഷ്യര് ചോർന്നൊലിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ദാർപ്പായ കെട്ടിക്കൊടുക്കുക. അതിൽ ഒരുപാട് കുട്ടികളുണ്ട്, ബുക്കില്ല, പെൻസിലില്ല, കളറില്ല, വാട്ടർ ബോട്ടിലില്ല എന്നാണ് സങ്കടം പറഞ്ഞത്. അവർക്കൊക്കെ ഒരുവിധം കുട്ടികൾക്ക് കൊടുക്കാനുള്ള വാട്ടർ ബോട്ടിലും സാധനമായിട്ട് വന്ന ഇന്നിവരെ കൈകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് സ്വന്തമല്ലേ മുപ്പളാള് പൈന്റും എല്ലാ വർക്ക് നടത്തുന്ന ആളാ. എന്തൊക്കെ വർക്ക് എടുക്കുക? അതെ ആ, ഇതൊക്കെ ചെയ്യുന്നതിൽ കുട്ടികളിൽ ഒരു പങ്ക് എപ്പോഴും പാവങ്ങളെ സഹായിച്ചുകൊണ്ട്. അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കുന്ന വീടുണ്ട്, മാനം അതിക്ക് ഒരു 10 റുപ്യ അത് എന്റെ വകട്ട് പറഞ്ഞിട്ട് ഒരു 10,000 റുപ്യ എന്നെ ഏൽപ്പിച്ചു. മറ്റന്നാ അതിന്റെ പണി കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ പ്രവൃത്തിയിലും പടച്ചവൻ സ്വീകരിക്കട്ടെ. ഇന്ന് ആകെ രാവിലെ പോന്നിക്കണ്, പക്ഷെ ചടച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല മക്കള് ചടച്ചാ ഇല്ലല്ല ഇന്നല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളെ ഖത്തറിലെ വേദിക്കാരന്റെ സ്നേഹിതനുണ്ട്. സന്തോഷം കാണുമ്പോഴേ നല്ലൊരു സന്തോഷം തോന്നുന്നു. കാരണം കുട്ടികള് സാറിന് ഇപ്പത്തെ കുട്ടികളുടെ ഈ ഫോണും മൊബൈലും കൊണ്ട് നടക്കുന്ന ഒരു സമയം. അതെ അതെ കുട്ടികളല്ലേ എന്തൊരു നല്ല മക്കള്. തീർച്ചയായിട്ടും ഇവരെ മക്കളുടെ അൽഹംദുലില്ലാ നല്ല സന്തോഷം തോന്നുന്നു. അതിലൂടെ വന്ന് വയനാട്ടിൽ ഇനി നമ്മള് ഇറ്റാണിന് മുന്നേ ആ സാധനം കൊടുത്താലുള്ള ധൈര്യം, എന്നാലേ നമ്മളെ കർമ്മം ഫുള്ള് ആവുള്ളൂ. കാരണം ആ കുറെ വീടുകളുണ്ട്, അതിൽ പോണ്ടേ. അൻസാർക്ക് മാലിക്കാപ്പ് 2-3 കൊല്ലമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് അവർക്ക് അവരുടെ ഒരു വലിയൊരു പ്രശ്നം കൂടെ നമുക്ക് അവതരിപ്പിക്കാനുണ്ട്. എന്താണെന്ന് പറയുക, അവർക്ക് അടിസ്ഥാന രേഖകളില്ല. റേഷൻ കാർഡ്, ആധാർ കാർഡ്, സ്കൂളിൽ ഇപ്പോൾ അവരെ ഗ്രാൻഡ് വന്നിട്ട് ആ ഗ്രാൻഡ് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് അവർക്ക് ID പ്രൂഫ് ഇല്ല. കാരണം 2 സംസ്ഥാനത്തിലും പെടാത്ത ഒരു വിഭാഗമായിട്ട് ആയിക്കോട്ടെ. ഈ സഹായം ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഓർമ്മയിൽ വേണം. ഒക്കെ ഉണ്ടാകട്ടെ. മാത്രമല്ല വേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങളും കൂടെ. അല്ല ആധാർ കാർഡും ഇതൊക്കെ സർക്കാർ ചെയ്തു കൊടുക്കില്ലേ? അത് അവരുടെ മേഖലയുടെ ഭാഗമാണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് അതെ 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 അതൊക്കെ ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാഹ്. ആധാർ കാർഡും ID കാർഡൊക്കെ പിന്നെ ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നിങ്ങള് പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ? 3 വർഷമായിട്ട് നമ്മൾ അവർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ വീടുകൾ ചോർന്നടിക്കാത്തവർക്ക് ഒരു വർഷം പ്രമോട്ടേ പ്രമോട്ടാ എവിടെ പ്രമോട്ടർ? ഒരു ദിവസം സ്കൂളിലെ മുഴുവൻ മക്കൾക്കുള്ള എല്ലാ ബുക്കും മറ്റേ പെൻസിലും പേനയും കൊടുത്ത് നിങ്ങളാ. അതെ അതെ നമ്മളെ കോഴിക്കോട് നിന്ന് അതെ അതെ അതന്നെ 180 മക്കൾക്ക് അതെ വേണ്ട കൊടുക്കുക. നമ്മളപ്പുറത്തേ നടന്നോളി, കടത്തി വിട്ടാ പോവാ. നടന്നൂടെ? നടക്കാനും രാത്രി നിങ്ങളൊന്ന് വേഗം പോയിക്കാണി, നിങ്ങളൊന്ന് വേഗം പോയിക്കാണി. പിന്നെ അത് ബാക്കി എന്താ പറയാനുള്ളത്? നമ്മള് 2.25 സെന്റാണ്. അതിൽ അൽഹംദുലില്ലാ പാപ്പ മരണപ്പെട്ടിട്ട് 40ാമത്തെ ദിവസം നാളെയാണ്. ആ കുട്ടികളെ അതല്ല 3 കുട്ടികളാണ്, കുഞ്ഞു മക്കളാണ്. ഓലത്തിൽ കാണിച്ചില്ല. അപ്പൊ നമ്മളെ ഉബൈദിക്ക ഒരു സഹായം പ്രഖ്യാപിച്ചു. നമ്മളെ കുറ്റൂര് അദ്രാമാനാജി ഒരു സഹായം, നമ്മളെ പിന്നെ വാപ്പുക്ക അലിഫ ഹൈപ്പർ മാർക്കറ്റ് ഒരു സഹായം. അതോടെ ബാക്കി ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം പാടെ 7 ലക്ഷത്തിന് കരാർ കൊടുത്ത് പൂർത്തീകരിച്ചു. ഇല്ലേ?
അങ്ങനെയല്ല അല്ലല്ല അല്ല അങ്ങനെയല്ല ഇത് അതെ 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 ആരോഗ്യത്തിൽ ദീർഘായുസ് അതന്നെ തന്നെ. എന്നാ ഞാൻ നിർത്തേ നമ്മളവിടെ അവിടെ കയറി വെക്കാഞ്ഞാലേ പറ്റൂല. അതാണ് ഞങ്ങൾ ഹാരിസിനെ പറ്റി പറയില്ല. ഹാരിസാണ് ഇവിടെ പിന്നെ ഒന്നുമല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആള് ബടാ മുതലാളിയാണ്. പക്ഷെ മനസ്സുകൊണ്ടിട്ടാ ആ മുതലാളി മറ്റേതല്ലല്ലോ. അന്തമ്മക്ക് പറയുന്നത് ഇപ്പൊ ശരി വന്നില്ലേ പറ നല്ലതിൽ പറ പറ എനിക്ക് സന്തോഷമുണ്ട് വീട് വെക്കാനുള്ള പൈസ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരും എന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കിട്ടി. നിങ്ങളെ പേരമക്കൾക്ക് ഇല്ലേ? അതെ. ഇനി ഞങ്ങള് വരുമ്പോ വീടൊക്കെ അതിന്റെ സുഖമുള്ള ചായ ഒക്കെ തരൂലേ? പഞ്ചസാര ഇല്ലെങ്കിലും ചായ എവിടെയൊക്കെ കഴിഞ്ഞ ആഴ്ച എന്താ പറയാള്? അതെ ഈ സംഘടന നമ്മളെ മുന്നിൽ മാനപ്പായുടെ വിഷയങ്ങൾ പറഞ്ഞത് മാനപ്പ അപ്പം തന്നെ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ രൂപത്തിൽ എന്താ ചെയ്തു തരാമെന്ന് മാനപ്പ ആ വീഡിയോ ഇട്ടത്. അത് പ്രകാരം ഇന്നതിലേക്ക് സഹകരിച്ച് പ്രവർത്തിച്ച ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കറണ്ട് പണി പൂർത്തീകരിച്ച് ഇവർക്ക് കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് താമസിക്കാൻ ഒരു സൗകര്യമായി അറിയാം. എത്രയും പെട്ടെന്ന് ഇത് പണി പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ മക്കളെ ചെറിയ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മാക്ക് ഇതിൽ കൂടാനുള്ള ഒരു സംവിധാനം ആയിക്കോട്ടെ സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആമീൻ. നമ്മള് വേറെ ഈ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കാണ്ട് നേരെ ഇറട്ടായി. ആ ഉസ്താദെ രണ്ടു വാക്ക് ഉസ്താദ് പറഞ്ഞില്ല, പഠിച്ചവനെ ഇല്ല. അതായത് റഷീദ് ബാക്കവി എന്ന ഞങ്ങളെ ഉസ്താദ് ഇങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം ഒരുപാട് മനുഷ്യരെ സഹായിക്കുന്ന, അതായത് നമ്മൾ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി ഉസ്താദിന്റെ ഒക്കെ പുണ്യപ്രവൃത്തിയാണ് ഈ വലിയ മനുഷ്യൻ ചെയ്യുന്നത്. അതേ മാതൃക ഇന്നിപ്പോ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നന്നാ കൊടുത്താൾ നിങ്ങള് ആരിസേ നമ്മളേ ഇല്ല ബ്ലോക്ക് മെമ്പർ എത്തി അല്ല മൂവാന്തരം കൊടുത്താൽ മതി. അയ്യോ എന്നാ ഞാൻ നിർത്തട്ടാ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങളെ ഫൈസൽ വേങ്ങര ഒക്കെ സജീവ അറുന്നൂട്ടിയാക്ക CPIന്റെ മുസ്ലിം ലീഗിന്റെ ചെയർപേഴ്സണ് കൊടുക്കണം. ഏയ് അത് കൊടുക്കാൻ പാടില്ല, പൈസ കൊടുക്കണ്ട. ഞങ്ങൾ അതുപ്പാക്ക കെ അതുപ്പാക്ക, പിന്നെ ഞങ്ങളെ മെമ്പർ ഇത് ഞങ്ങൾ ഖത്തർ, ഞങ്ങളെ ഉബൈദ് ഫ്രണ്ടുകളാണ്. ഏട്ടന് മോനാ മാഷാ അല്ലാ. ഇത് ഞങ്ങളെ പോയിന്റിന്റെ മെയിൻ ഹെഡാണ്, അതായത് നമ്മളെ എഞ്ചിനീയർ വർക്ക് ഇല്ലേ. പിന്നെ എവിടെ നിങ്ങളെ പേരാ ശരിക്കും? മൊറയൂരല്ലേ? അല്ലോ. അപ്പൊ മൊറയൂരിന്നാണ് ഓല് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഓല് പോയിന്റ് വർക്കില് സജീവമായി കിട്ടുന്ന നല്ലൊരു ഓരോ പാവം കൊടുക്കാണ്. ഇതിന്റെ കെയർ ഓഫീസ് നോക്കി തപ്പിക്കോട്ടെ, അയാളെ ഏൽപ്പിക്കട്ടെ. നല്ല പ്രായത്തില് കുറെ കൂടുതൽ നമുക്കൊക്കെ ഏതായാലും വർക്കൊക്കെ പൂർത്തീകരിക്കട്ടെ. ഉമ്മാന്റെ ആഗ്രഹവും ആ പേരമക്കളെ എത്തിമായ കുട്ടികളെ സങ്കടങ്ങളും മാറട്ടെ, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. അവരെ മരിച്ചുപോയ ഉപ്പാക്ക് പഠിച്ച സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കട്ടെ, പദവി കൊടുക്കട്ടെ.